ഹായ് ഫ്രണ്ട്സ്, ടുഡേ നമ്മൾ ന്യൂട്രീഷണൽ ഹെൽത്ത് ആൻഡ് റിലേറ്റഡ് പ്രോഗ്രാംസിൽ വരുന്ന ഒരു 11ഓളം ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ചിലതാണ് ബാലൻസ്ഡ് ഡയറ്റ്, ന്യൂട്രീഷണൽ അനീമിയ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ, ഫുഡ് പിരമിഡ്, റോൾ ഓഫ് ICDS ന്യൂട്രീഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വിത്ത് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി അങ്ങോട്ട് പോവാം. So what do you mean by balanced diet? The diet in one which provides all essential nutrients like carbohydrate, protein, fat, vitamin, mineral, fiber and water in correct proportion. ഞാൻ ഓരോന്നും പറയാം. കറക്റ്റ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോ പെർസെൻറ്റേജ് കണക്കുണ്ട്. കാർബോഹൈഡ്രേറ്റ് 50-55%. ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് പ്ലേറ്റിൽ കാർബോഹൈഡ്രേറ്റ് ആണ്. ദെൻ പ്രോട്ടീൻ 10-15%. ഒരു 10-15% പ്രോട്ടീൻ കഴിക്കണം. ദെൻ ഫാറ്റ് ഈസ് 20-30%. ദെൻ സോൾട്ട് ഇൻടേക്ക് ഈസ് ബിലോ 5 gram per day ആൻഡ് ആൽക്കഹോൾ ഈസ് റെസ്ട്രിക്റ്റഡ്. ദിസ് ഈസ് അക്കോർഡിംഗ് ടു ICMR ഗൈഡ്ലൈൻ, ഡയറ്ററി ഗൈഡ്ലൈൻ 2025. അഗെയിൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി. ഇതിന് നമ്മൾ നമ്മുടെ പിരമിഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പിരമിഡിലെ ഏറ്റവും ബേസിൽ ഗ്രാം വൈസ് ഏറ്റവും കൂടുതൽ വേണ്ടത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും താഴെ ഓറഞ്ച് കളറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഒരു 400 gram വെജിറ്റബിൾസ് ആൻഡ് 100 gram ഫ്രൂട്ട്സ് വേണം. അതിനും കുറച്ചാണ് നമ്മൾ എന്ത് കഴിക്കേണ്ടത്, നമ്മുടെ സീരിയൽസ്, മില്ലറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്. പർപ്പിൾ കളറിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 250 gram per day നമുക്ക് അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് കഴിച്ചാൽ മതി. ഇതിൽ മില്ലറ്റ്സ്, സീരിയൽസ് തുടങ്ങിയിട്ടുള്ള എക്സാമ്പിൾ റൈസ്, വീറ്റ്, റാഗി, ജോവർ, ബജ്ര, മേജർ പാർട്ട് ഓഫ് എനർജി ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് കുറച്ച് ഏരിയയുള്ള ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള പ്രോട്ടീനേഷ്യസ് ഫുഡ്. ഇറ്റ് ഈസ് മിൽക്ക് ഓർ കർഡ് വിച്ച് ഹാവ് ടു അഡിക്വേറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 300 ml ആണ് ഇൻ എ ബാലൻസ്ഡ് ഡയറ്റ്. അതുപോലെ പൾസ് ആൻഡ് ലെഗ്യൂംസ് പെർ ഡേ 85 grams കഴിക്കണം. അതുപോലെ 30 gram ഓഫ് പൾസിനെ റിപ്ലേസ് ചെയ്യാൻ ഫിഷ് ആൻഡ് മീറ്റിനെ സാധിക്കും. പിന്നെ അതിൻ്റെ മുകളിലെ ബ്ലൂ കളറിൽ നമ്മൾ 35 gram നട്ട്സ് ആൻഡ് സീഡ്സ്, അതുപോലെ 27 gram ഫാറ്റ് ആൻഡ് ഓയിൽ കാണാം. ദീസ് ആർ ദ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി വി ഹാവ് ടു കൺസ്യൂം ഇൻ എ സിംഗിൾ പ്ലേറ്റ്. So the exact proportion and adequate quantity to meet the requirement of an individual according to age. ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏജ്ഡായ ആൾക്കാർക്ക് കൊടുക്കുന്ന ഫുഡല്ല കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നത്, അഡൾട്ടായ ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇൻഫാൻസിന് അപ് ടു 6 months എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആണ് പറയുന്നത്. കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള വേറൊന്നും കൊടുക്കാൻ പാടില്ല. ആഫ്റ്റർ ദാറ്റ് ഒരു വീനിങ് പീരീഡ് ഉണ്ട്, നമുക്ക് സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഡയറിയ, നീറ്റ് ആൻഡ് ക്ലീൻനെസ് ഇല്ലെങ്കിൽ പല അസുഖങ്ങളും പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കും. സോ ഇൻഫാൻസ് ആർ വൾണറബിൾ കാറ്റഗറി. അതുപോലെ ഓൾഡ് ഏജ്, അവർക്ക് ഓരോ 50 വയസ്സിന് ശേഷമുള്ള ഓരോ 10 വർഷം കൂടുമ്പോൾ 5% ഓഫ് കാലറി കുറച്ച് കൊണ്ടുവരണം. മാത്രമല്ല ഡെൻറ്റിഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കാൽസ്യം അടങ്ങിയ ഫുഡ് ഓൾഡ് ഏജിൽ കൂട്ടണം. പിന്നെ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽ കൊടുത്താൽ മതി. 3 നേരം ബൾക്കായിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ല. ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസ് ആയാലും ഓൾഡ് ഏജ് ആയ ആൾക്കാരാണെങ്കിലും അവർക്ക് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ള ഫുഡിനേക്കാളും അവർക്ക് വേണ്ട ഫുഡ് ഇടയ്ക്കിടയ്ക്കായിട്ട് എടുത്ത് കൊടുക്കണം. പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിൽ അയേൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ്, അതുപോലെ ഗ്രീനി ലീഫി വെജിറ്റബിൾസ്, പ്ലെൻറ്റി ഓഫ് വാട്ടർ, സീസണൽ ഫ്രൂട്ട്സ് ഡെയിലി സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ കൊടുക്കണം. മാത്രമല്ല അവരുടെ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഭാഗം തന്നെയാണ് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് അംഗൻവാടി വഴി കൊടുക്കുന്ന ഈ അമൃതം പൊടിയൊക്കെ. സോ അക്കോർഡിംഗ് ടു ഏജ് നമ്മൾ പറഞ്ഞു. ഇനി അക്കോർഡിംഗ് ടു സെക്സ്, സെഡൻറ്ററി മാൻ ആണെങ്കിൽ 2080 kilogram കാലറി പെർ ഡേ ആണ് കഴിക്കേണ്ടത്. സെഡൻറ്ററി വുമൺ ആണെങ്കിൽ 1660 kilogram per കാലറി. പക്ഷേ പ്രഗ്നൻറ്റ് വുമൺ ആകുമ്പോൾ എക്സെപ്ഷൻ ഉണ്ട്. എക്സ്ട്രാ ഒരു 350 gram കൂടി നമ്മൾ കഴിക്കണം. ആൻഡ് ബാലൻസ്ഡ് ഓൾസോ നമ്മുടെ ഫിസിയോളജിക്കൽ സ്റ്റേറ്റിനനുസരിച്ചായിരിക്കണം. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ഒബീസ്, ഹൈപ്പർ ടെൻസ്, ഡയബറ്റീസ്, അങ്ങനെ പല രോഗങ്ങളുള്ളത്, ക്യാൻസർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മൾന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഓവർ ന്യൂട്രീഷൻ. എല്ലാ ഫിസിയോളജിക്കൽ സ്റ്റേറ്റിന് ഡിഫറെൻറ്റ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ഒന്ന്
സ്പെസിഫിക് ആക്കാണ്ട്. അപ്പോൾ ഒബീസായ ആൾക്കാർ ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ് കയറ്റണം. അതുപോലെ അവരുടെ ഐഡിയൽ BMI എന്ന് പറയുന്നത് ഇപ്പോഴും 18.5 22.9 ഉള്ളിലാക്കണം. BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ ഓൾ സ്ക്വയർ. സോ ഇത് ഒബീസായ ആൾക്കാർക്ക് 25 അബോവ് ആയിരിക്കണം. നോർമലായ ആൾക്കാർക്ക് 18.5 to 22.9. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് പെർ ഡേ അവർ സാധാരണ എക്സസൈസ് ചെയ്താൽ പോരെ, സ്ട്രെങ്തനിങ് എക്സസൈസിൻ്റെ കൂടെ ചെയ്യണം. അവരുടെ ഫുഡിൻ്റെ കൂടെ എക്സസൈസ് ഈസ് മാൻഡറ്ററി. ഈ ഹൈപ്പർ ടെൻഷൻ ആയ ആൾക്കാർക്ക് ഡാഷ് ഡയറ്ററി അപ്രോച്ച് സിസ്റ്റം ഫോർ ഹൈപ്പർ ടെൻഷൻ. അതിൽ നമ്മൾ സോൾട്ട് ഭയങ്കര കുറയ്ക്കണം. അതായത് പൊതുവേ 5 gram per day ആണ് സോൾട്ട് ഇൻടേക്ക് എങ്കിൽ ബിലോ 5 gram per day മതി. അതുപോലെ 10% ഓഫ് കലോറി ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നോർമൽ ആൾക്കാർക്ക് വേണ്ടെങ്കിൽ അതും താഴെ 10% ബിലോ മതി. ഫൈബർ റിച്ച് ഫുഡ് ഹൈപ്പർ ടെൻഷൻ കഴിക്കണം. പിന്നെ ആൽക്കഹോൾ ഓൾവേസ് റെസ്ട്രിക്റ്റഡ് ആണ്. ഡയബറ്റീസ് മെലിറ്റസ് ആണെങ്കിൽ സെൽഫ് കെയർ ഒരു കാര്യം. കാരണം ഫുഡ് അൾസർ, ഐ മാൽ ഫങ്ഷനിങ്, അങ്ങനെ റീനൽ ഫങ്ഷനൊക്കെ തകരാറിലാവുകയാണല്ലോ. അപ്പോൾ ഓരോ 6 മാസം കൂട്ടുന്തോറും ചെക്കപ്പ് ചെയ്യുക. സീരിയൽസ്, പൾസസ് അവരുടെ ഡയറ്റിൽ കൂടുതൽ കൂട്ടണം. പിന്നെ എക്സസൈസിൻ്റെ കൂടെ കിഡ്നി ടെസ്റ്റ്, വിഷൻ ടെസ്റ്റ്, അൾസേഴ്സ് അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇനി ക്യാൻസർ ആയിട്ടുള്ള ആൾക്കാരുടെ ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെ പോകണ്ടേ? പലർക്കും ഒബിസിറ്റി കൂടിയിട്ടുള്ള ക്യാൻസർ വരുന്നുണ്ട്, ലൈക്ക് കോളൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ. സോ ഹൈ ഫാറ്റ് ഇൻടേക്ക് കുറയ്ക്കുക. പിന്നെ സാധാരണ ബാലൻസ് ഡയറ്റിൽ നമ്മൾ പറയുന്ന എമൗണ്ടിനേക്കാളും താഴെയായിരിക്കണം ഒബീസ് വഴിയായിട്ടുള്ള ക്യാൻസേഴ്സിന്. അതുപോലെ ലിവർ ക്യാൻസേഴ്സിനൊക്കെ എക്സസീവായിട്ട് ഡ്രിങ്കിങ് വാട്ടർ, ബോയിൽഡ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കുടിക്കണം. അതുപോലെ ഫുഡ് പ്രിസർവേറ്റീവ്സ് ആൻഡ് കളേഴ്സ് മാക്സിമം ഒഴിവാക്കി കാർസിനോജൻസ് നിന്ന് അവോയ്ഡ് ചെയ്യുക. അങ്ങനെയാണ് ബാലൻസ്ഡ് ഡയറ്റിൽ. ഇനി വേറൊരു ഫിസിയോളജിക്കൽ സ്റ്റേറ്റാണ് മാൽന്യൂട്രീഷൻ. വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാവാം, അല്ലെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. അതെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് ഡോക്ടറോട് ചോദിച്ചായിരിക്കണം അവരുടെ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് ഷുഡ് ഓൾസോ പ്രൊവൈഡ് സം എക്സ്ട്രാ ന്യൂട്രിയൻസ് ടു വിത്ത്സ്റ്റാൻഡ് എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ലീൻനെസ്. അതായത് നമ്മൾ ഫുഡ് കഴിച്ചാൽ മരിച്ചു പോകാൻ പാടില്ലല്ലോ. സോ നമ്മുടെ ആ ഒരു ചെറിയ സമയത്തേക്ക് നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിലും നമ്മളതിനെ നിലനിർത്താൻ വേണ്ടതായിരിക്കണം നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ്. ആൻഡ് ഇറ്റ് ഷുഡ് പ്രിവെൻറ്റ് ബോത്ത് അണ്ടർ ന്യൂട്രീഷൻ ആൻഡ് ഓവർ ന്യൂട്രീഷൻ. ഇപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് കമ്പോണൻറ്റും ഫങ്ഷൻ ഒന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ് അറിയാലോ, മെയിൻ എനർജി സോഴ്സാണ് നമ്മുടെ ബോഡിയിൽ. പ്രോട്ടീൻ ആണെങ്കിലും നമ്മുടെ ഗ്രോത്ത്, ടിഷ്യൂ റിപ്പയർ, എൻസൈം പ്രൊഡക്ഷൻ ഇതിനൊക്കെ സഹായിക്കുന്നത് പ്രോട്ടീനാണ്. സോ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് 1 gram നമുക്ക് 4 kcal പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഫാറ്റ് ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് എനർജി ആയതുകൊണ്ട് 1 gram 9 kcal ഉണ്ടാക്കാൻ പറ്റും ഫാറ്റ് കഴിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഓയിൽ, നട്ട്സ്, സീഡ്സിലൊക്കെ ഫാറ്റ് ഉണ്ട്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുമ്പോൾ റെഗുലേറ്ററി ഫങ്ഷനാണ് മെയിൻലി. അത് കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി, പ്രിവെൻഷൻ ഓഫ് ഡെഫിഷ്യൻസി ഡിസീസസ്, ഇത് നമുക്ക് വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, മിൽക്ക് ആൻഡ് എനിമൽ ഫുഡ്സ് നിന്ന് കിട്ടും. ഫൈബർ ആണെങ്കിൽ ഇംപ്രൂവ്സ് അവർ ബവൽ മൂവ്മെൻറ്റ്. ഇത് ഇൻഡസ്റ്റൈനിൽ കൂടെ ഫുഡ് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ബവൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നന്നാക്കാൻ പറ്റും. മാത്രമല്ല ഒബെസിറ്റി കുറയ്ക്കും. ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ് ഒക്കെ കുറയ്ക്കാൻ ഈ ഫൈബർ കണ്ടൻറ്റുള്ള സീരിയൽസ്, പൾസസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സഹായിക്കും. വാട്ടറും ഇസ് എസെൻഷ്യൽ നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സിനും പിന്നെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് റെഗുലേഷനൊക്കെ വാട്ടർ സഹായിക്കുന്നുണ്ട്. സോ ഡെയിലി 2 to 3 liters ഒരു അഡൾട്ട് കുടിക്കണം എന്നാണ്. ഇപ്പം നല്ല ഹോട്ട് ക്ലൈമറ്റുള്ള സമയത്ത് നിർബന്ധമായിട്ടും 2 to 3 liters പെർ ഡേ നമ്മൾ വെള്ളം കുടിക്കണം. സോ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കീ ടേംസാണ് ഓർമ്മ വരിക? അഡിക്വേറ്റ് ആയിരിക്കണം. അതായത് ഏജ്, സെക്സ്, ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്. ലൈക്ക് ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ചൈൽഡ്, പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് വുമൺ, എൽഡേർലി പീപ്പിൾ, ഓരോരുത്തർക്കും അനുസരിച്ചായിരിക്കണം അവരുടെ ബാലൻസ്ഡ് ഡയറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. മാത്രമല്ല ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട്. വെറൈറ്റി എന്ന് പറയുമ്പോൾ ICMR മൈ പ്ലേറ്റ് ഫോർ ദ ഡേ എന്നതിലെ ഒരു 8 groups ഉണ്ട്. അതായത് സീരിയൽസ്, പൾസസ്, മിൽക്ക്, മീറ്റ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഫാറ്റ്സ് ആൻഡ് നട്ട്സ് ആർ ദ 8 groups. ഏതൊക്കെയാണ്? ഏറ്റവും താഴത്തെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ജസ്റ്റ് മുകളിലത്തെ ഫുഡ് പിരമിഡിലുള്ളതായിരുന്നു സീരിയൽസ്, പൾസസിൻ്റെ മുകളിലെ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള മിൽക്ക്, മീറ്റ്, ദെൻ ഇതിൻ്റെ മുകളിലെ നട്ട്സ് ആൻഡ് ഫാറ്റ്സ്.
ഇതാണ് ഒരു പ്ലേറ്റിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ടതെന്ന് ICMRൻ്റെ 8 ഗ്രൂപ്പിൽ പെടുന്നത്. ദീസ് ആർ ദ വെറൈറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ. മാത്രമല്ല മോഡറേഷൻ, എന്നുവെച്ചാൽ ഫുഡ് പിരമിഡിൽ കാണുമ്പോൾ മനസ്സിലാവും. അതിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റ്, ഷുഗർ, സോൾട്ട് ഇതിനൊക്കെ ഏറ്റവും ടോപ്പിലാണ് കൊടുത്തോണം. വളരെ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ മോഡറേഷൻ നമ്മൾ ഫുഡ് പിരമിഡിൽ കൊടുക്കുന്നത്. പിന്നെ ജങ്ക് ഫുഡ്, റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ബാലൻസ്ഡ് ഡയറ്റ് നിർദ്ദേശിക്കുന്നു. പിന്നെ ബാലൻസ്ഡ് ഡയറ്റിൽ കൾച്ചറൽ ആക്സെപ്റ്റബിലിറ്റിയും അതുപോലെ അഫോർഡബിലിറ്റിയും ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് പൾസിൽ സോയാബീൻ എടുക്കുകയാണെങ്കിൽ ഒരു 100 ഗ്രാം സോയാബീനിൽ 20 to 40 milligram ഓഫ് പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയുന്നത്. ദ പുവർ മാൻസ് മീറ്റ് എന്നാണ് പൾസ് അറിയപ്പെടുന്നത്. അത് അഫോർഡബിലിറ്റി ആണല്ലോ സൂചിപ്പിക്കുന്നത്. സോ ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്കിപ്പോൾ മീറ്റ് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പൾസ് കഴിക്കാം. അതുപോലെ സപ്ലിമെൻ്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീനെ പറ്റിയിട്ടും കൂടി ഞാൻ പറയാം. അതായത് നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബേസിക് അമിനോ ആസിഡ് കൊണ്ടാണെന്ന് അറിയാം. പക്ഷേ നമ്മുടെ ബോഡിക്ക് എല്ലാ അമിനോ ആസിഡ്സും സിന്തസൈസ് ചെയ്യാനുള്ള കഴിവില്ല. അത്തരം അമിനോ ആസിഡുകൾ എസെൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് ഫുഡിലൂടെ മാത്രം കിട്ടുന്ന അമിനോ ആസിഡ്സ് ആണത്. പക്ഷേ സീരിയൽസിലുള്ള ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ് ആണ് ലൈസിൻ ആൻഡ് ത്രിയോണിൻ. അല്ല പൾസസിനുണ്ട് ലിമിറ്റഡ് അമിനോ ആസിഡ് മെത്തിയോണിൻ. എന്താണ് ഈ ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു അമിനോ ആസിഡ് ഒറ്റ പൾസും കഴിച്ചാൽ നമുക്ക് കിട്ടില്ല. ഏത് സീരിയൽ കഴിച്ചാലും നമുക്ക് ലൈസിൻ, ത്രിയോണിൻ കിട്ടില്ല. എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. ജനറലി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുട്ടിൻ്റെ കൂടെ കടല കഴിക്കുമ്പോൾ പുട്ടെന്ന് പറയുമ്പോൾ സിറിയൽ, കടല എന്ന് പറയുന്നത് പൾസ്. അപ്പം നമുക്ക് കിട്ടാത്ത അമിനോ ആസിഡ് ആ ഒരു കോമ്പിനേഷൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അപ്പോൾ സപ്ലിമെൻ്ററി ആക്ഷൻ ഓഫ് പ്രോട്ടീൻ എന്നാണ് ഇതിനെ പറയുന്നത്. കൾച്ചറലി ആക്സെപ്റ്റബിൾ ആവണം എന്ന് പറയുമ്പോൾ ബ്രാഹ്മിൻസൊക്കെ പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാർ ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് എങ്ങനെയാണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് ആക്കാൻ പറ്റുക എന്നുള്ളത്, ഇത് മീറ്റിൻ്റെ പകരം നമുക്ക് കർഡ്, അങ്ങനെ മിൽക്ക് പ്രൊഡക്ട്സ്, സോയാബീൻ, മറ്റ് പൾസസ് ഒക്കെ കഴിച്ചാൽ തന്നെ അത് ബാലൻസ് ആവും. സോ ദാറ്റ് ഈസ് കോൾഡ് ബാലൻസ്ഡ് ഡയറ്റ്. നെക്സ്റ്റ് ഈസ് ന്യൂട്രീഷണൽ അനീമിയ. അനീമിയ എന്താ? ബ്ലഡിലെ അയൺ ഡെഫിഷ്യൻസി. സോ അയൺ എവിടെ കാണുന്നത്? നമ്മൾ ഓക്സിജൻ ക്യാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ, നമ്മുടെ റെഡ് കളേർഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ്, അയൺ റിച്ച് പ്രോട്ടീനാണ്. ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസിയാണ് നമുക്ക് അനീമിയ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന് ഈസ് അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 ഇതിൻ്റെ ഡെഫിഷ്യൻസി. മിനിമം 12 gram per deciliter അയൺ നമ്മുടെ ബോഡിയിൽ വേണം. ഡെസിലിറ്ററിൽ 12 gram എങ്കിലും വേണം. അപ്പം മെനിനാണെങ്കിൽ മിനിമം 14 gram per deciliter വേണം. വുമൻസിലാണെങ്കിൽ മിനിമം 12 gram per deciliter വേണം. ഇൻഫൻറ്റിലാണെങ്കിൽ മിനിമം 9.5 gram per deciliter. ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അനീമിയ എന്ന് പറയും. ഇന്ത്യയിൽ കൂടുതലായിട്ട് റിപ്രൊഡക്റ്റീവ് ഏജിലെത്തിയിട്ടുള്ള വുമൻസിലും അതുപോലെ ചിൽഡ്രൻസിലുമാണ് ഇത് കാണുന്നത്. സോ ദിസ് എ കോമൺ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ. ഇതിന് പല കാരണങ്ങളുണ്ട്. വൺ ഈസ് ഇൻഅഡിക്വേറ്റ് ഡയറ്ററി ഇൻടേക്ക് ഓഫ് അയൺ റിച്ച് ഫുഡ്. മീറ്റ്, ലിവർ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ലൈക്ക് സ്പൈനാച്ച്, ചീര, ബ്രൊക്കോളി, അങ്ങനെ പിന്നെ ഓയിസ്റ്റർ, ബീട്രൂട്ട്, ബ്രൗൺ റൈസ്, പൾസ് ലൈക്ക് ആൻഡ് റൈസിൻസ്, പീനട്ട് ബട്ടർ, ബീൻസ്, സാൽമൺ, അങ്ങനെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡിൻ്റെ നമ്മൾ ഇൻടേക്ക് കുറയുന്നത് ആണ് ഒരു കാരണം. മറ്റേത് പുവർ അയൺ അബ്സോർപ്ഷൻ ഡ്യൂ ടു ഹൈ ഫൈറ്റേറ്റ്. ഫൈറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ അയൺ, സിങ്ക്, കാൽസ്യം ഒക്കെയായി ചേർന്ന് ഫോസ്ഫേറ്റ് ശരീരത്തിൻ്റെ ആഗിരണത്തിന് തടയുന്നുണ്ട്. ഫോസ്ഫേറ്റിൻ്റെ ഒരു സംഭരണ രൂപമാണ് ഫൈറ്റേറ്റ്. ഇത് ചില മെറ്റൽ അയോൺസുമായി ചേർന്നിട്ട് നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അബ്സോർപ്ഷൻ ഫെസിലിറ്റീനെ കുറയ്ക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈറ്റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരിപ്പ്, പിന്നെ ധാന്യങ്ങൾ ഒക്കെ സോക്ക് ചെയ്ത് കുതിർത്തിട്ട് പിന്നെ സ്പ്രൗട്ട് ചെയ്തിട്ട് ഇത് മുളപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഫെർമെൻറ്റ് ചെയ്തിട്ട് പുളിപ്പിച്ചിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഫൈറ്റേറ്റിൻ്റെ ഇഷ്യൂ കുറയും. അതുപോലെ ഫൈബറില്ലേ, നമ്മൾ ഫൈബർ റിച്ച് ഫുഡ് കൂടുതൽ കഴിക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ മുമ്പ് ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനൊരു കൺട്രോൾ ലിമിറ്റ് ഉണ്ട്. പിന്നെ ടീ ഓർ കോഫി ഇതെല്ലാതും അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതാണ്. നമ്മൾ ഇന്നും ഫുഡിന് ശേഷം
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുന്നതാണ് ചായയോ കാപ്പിയോ ഒക്കെ. ഇത് അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കും. പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഡയറി ഓൾസോ റിഡ്യൂസ് ദ അയൺ അബ്സോർപ്ഷൻ. അടുത്തൊരു കാരണമാണ് ഇൻക്രീസ്ഡ് റിക്വയർമെൻറ്റ് ഇൻ പ്രഗ്നൻസി. നമുക്ക് സാധാരണയേക്കാളും കൂടുതൽ അയൺ റിച്ച് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കേണ്ട ഒരു സമയമാണ് സം ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ലൈക്ക് പ്രഗ്നൻസി, അഡോളസൻസ്. അപ്പോൾ നമ്മുടെ സാധാരണത്തേക്കാളും കൂടുതൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡായിരിക്കണം അപ്പം മുതൽ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അനീമിയ വരും. കാരണമാണ് ക്രോണിക് ബ്ലഡ് ലോസ്. എങ്ങനെയൊക്കെ ബ്ലഡ് ലോസ് ഉണ്ടാവാം? പല ഇൻഫെസ്റ്റേഷൻ ലൈക്ക് ഹുക്ക്വം ഇൻഫെസ്റ്റേഷൻ. ഹുക്ക്വം ഫിസിക്കലി റപ്ചർ ചെയ്യും നമ്മുടെ, ദെൻ ഓൾസോ ആൻറ്റി കൊയാഗുലൻ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ മെനോറേജിയ എന്ന് പറയുന്നത് ഹെവി ഓർ പ്രൊലോങ്ഡ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ്. ലോങ്ങർ ദാൻ 7 days ആയിട്ടുള്ള പീരീഡ്സിനാണ് മെനോറേജിയ എന്ന് പറയുന്നത്. അപ്പോഴും കുറേ ബ്ലഡ് പോകുന്നുണ്ട്. അതുപോലെ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് മൂലക്കുരുവിൻ്റെ അസുഖം. അതായത് സൊള്ളനായിട്ടുള്ള വെയിൻസ് ഇൻ ദ ആനസ് ആൻഡ് ദ ലോവർ റെക്ടം ബൈ ഇൻക്രീസ്ഡ് പ്രഷർ. സോ ഇവിടെ പെയിൻ, ബ്ലീഡിങ്, ഇച്ചിങ് ഒക്കെ ആയിരിക്കും സിംറ്റം. മലമൂത്ര വിസർജന സമയത്ത് വേദനയില്ലാത്ത രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ ഇതാണ് ഹെമറോയിഡ്സിൻ്റെ ഒരു ലക്ഷണം. സോ അങ്ങനെയും കുറേ ബ്ലഡൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഡിസീസ്ഡ് കണ്ടീഷനിൽ അനീമിയ വരാം. പിന്നെ ഡെഫിഷ്യൻസി ഓഫ് ഫോളേറ്റ് ആൻഡ് വൈറ്റമിൻ B12 ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഇൻഫ്ലമേറ്ററി ഡിസീസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഫോളേറ്റും വൈറ്റമിൻ B12 ബോഡിയിൽ കുറയാൻ ചാൻസ് ഉണ്ട് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാകുമ്പോഴേ. അപ്പോൾ നന്നായിട്ട് ഈ അയൺ റിച്ച്ഡ് ഫുഡ് ആര് കഴിക്കണം? ഇൻഫ്ലമേഷൻ ഉള്ള ആൾക്കാർ കഴിക്കണം. അതുപോലെ ബ്ലഡ് ലോസിൻ്റെ ഇൻഫെസ്റ്റേഷൻസ് ഉള്ള പല റീസൺസ് ഉള്ള മെനോറേജിയ, ഹെമറോയിഡ്സ് അങ്ങനെ രോഗങ്ങളുള്ള ആൾക്കാരും നന്നായിട്ട് ഫോളേറ്റും വൈറ്റമിൻ B12 മരുന്നും കഴിക്കണം. അപ്പോൾ ഒന്നും കൂടി പറയാം എന്തൊക്കെയാണ് അയൺ കിട്ടാത്തതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അനീമിയ വരാനുള്ള കാരണങ്ങൾ. 1, അയൺ റിച്ച് ഫുഡ് ഏതൊക്കെയാണ് അത് കഴിക്കാത്തത്. 2, അയൺ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്നത് ലൈക്ക് ടീ ഓർ കോഫി, ഫൈറ്റേറ്റ് റിച്ച് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓവർ കൺസപ്ഷൻ, ക്രോണിക് ഡയറിയ. പിന്നെ ഇങ്ങനെ വേണ്ട സമയത്ത് ഇത് റിക്വയർമെൻറ്റ് കൂടുതൽ വേണ്ട സമയങ്ങളിൽ നമ്മളത് കഴിക്കാണ്ട് വരിക, പ്രഗ്നൻസി, അഡോളസൻസ് ഒക്കെ സമയത്ത്. ഞാൻ ക്രോണിക്കായിട്ട് ബ്ലഡ് ലോസ് വരുന്ന കാര്യങ്ങൾ, അതായത് ഹുക്ക്വേം ഇൻഫെസ്റ്റേഷൻ, മെനോറേജിയ, ഹെമറോയിഡ്സ് ആ സമയത്തൊക്കെ. അതുപോലെ ഡെഫിഷ്യൻസി ഇൻ ഫോളേറ്റ് ആൻഡ് വൈറ്റമിൻ B12 എന്ത് കുറയ്ക്കും? നമ്മുടെ ബോഡിയിലുള്ള അയൺ കണ്ടൻറ്റ് കുറയ്ക്കും. കുറച്ച് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയാം. നമുക്ക് നല്ല ക്ഷീണം വരും, ഫാറ്റിക്, വീക്ക്നെസ്, ഈസി ടയേർഡ്നെസ്, ഹെഡേക്ക്, ഇറിറ്റബിലിറ്റി, ഡിക്രീസ്ഡ് വർക്ക് കപ്പാസിറ്റി. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി കുറച്ച് സൈൻസ് പറയാം, സിംറ്റംസ്. പാലർ ഓഫ് കൺജങ്ക്റ്റീവ. എന്താണ് ഈ പാലർ? PALLOR. പാലർ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടാവാം. അസുഖം, ഭയം, അനീമിയ ഒക്കെ കാരണം ചർമ്മത്തിലുണ്ടാവുന്ന വിളർച്ച അല്ലെങ്കിൽ വെളുത്ത പാണ്ട്. അതിപ്പോൾ കണ്ണിൽ കൺജങ്ക്റ്റീവ എന്ന് പറയുമ്പോൾ കണ്ണിലെവിടെ പാലർ വരിക എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വിളർച്ചയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കണ്ണിൽ ബ്ലഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യില്ലേ, ആ സ്ഥലം അവിടെ റോസ് ചുവപ്പ് കളറിൻ്റെ പകരം വെള്ള കളറിലിരിക്കുന്നതിനാണ് പാലർ ഓഫ് കൺജങ്ക്റ്റീവ. നെയിൽ ബെഡ്സ് അല്ലെങ്കിൽ കൊളോണിക്ക എന്ന് പറയും. നെയിൽ ബെഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നഖം കുഴിഞ്ഞിട്ട് ഒരു സ്പൂണ് പോലെ ഇരിക്കുക, അതാണ് നെയിൽ ബെഡ്സ് എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് വിളർച്ചയുടെ ഒരു ലക്ഷണമാണ്. അല്ല ടങ് ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കുക. ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ഹൈ ഹാർട്ട് ബീറ്റ്, ബ്രീത്ത്ലെസ്നെസ് ഓൺ എക്സേർഷൻ, അല്ല ആയാസമായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാണ്ട് വരിക. ഇതൊക്കെയാണ് ചില സിംറ്റംസ്. പിന്നെ ചിൽഡ്രൻസിലും പ്രഗ്നൻറ്റ് വുമണിലും മറ്റ് പല കാര്യങ്ങളും സ്കോളസ്റ്റിക് പെർഫോമൻസ് ഒക്കെ ഭയങ്കര പൂവറായിട്ട് കാണുന്നു. ഇത് സ്കോളസ്റ്റിക് പെർഫോമൻസ് ചില പാഠ്യ വിഷയങ്ങളിലൊക്കെ നമ്മൾ പിന്നോട്ട് പോകുന്നു പറയില്ലേ, പ്രഗ്നൻറ്റ് വുമണിനും ചിൽഡ്രനും ഇങ്ങനൊരു കാര്യം. പിന്നെ ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി, ഇത് അമ്മമാർ മരിക്കുന്നു. പിന്നെ പ്രീടേം ബർത്ത്, സാധാരണ 37 ആഴ്ച കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഡെലിവറി ആവേണ്ടത്. അതിന് മുന്നേ ഡെലിവറി ആവുന്നതിനെയാണ് 37 ആഴ്ചയ്ക്ക് മുന്നേ ഡെലിവറി ആവുന്നതിനാണ് പ്രീടേം ബർത്ത് എന്ന് പറയുന്നത്. ലോ ബർത്ത് വെയ്റ്റ്, ഇതൊക്കെ ചൈൽഡ് പ്രഗ്നൻറ്റ് വുമൺസിനൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ്. ഇങ്ങനെയാണ് അനീമിയ നമുക്ക് തടയുക. വാട്ട് ആർ ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആൻഡ് കൺട്രോൾ ആക്ഷൻസ്?
ഫസ്റ്റ്ലി നമുക്ക് അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ കൊടുക്കാം. ആർക്കൊക്കെ? പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദർ, അഡോളസെൻറ്റ് ഗേൾസ് ആൻഡ് അനീമിയ മുക്ത് ഭാരത് മിഷൻ്റെ അണ്ടറിൽ വരുന്ന ചിൽഡ്രൻ, അവർക്കും അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ കൊടുക്കാം. അടുത്ത ഡീവേമിങ്, ആൽബൻഡസോൾ എന്ന് പറയുന്ന മരുന്നാണ് ഇതിനുള്ളത്. ഹുക്ക് വേം വഴിയായിട്ടുള്ള ബ്ലഡ് ലോസ് തടയുന്നു. നെക്സ്റ്റ് ഡയറ്ററി മെഷേഴ്സായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പൾസസ്, ജാഗറി, പറ്റുമെങ്കിൽ മീറ്റ് ഇൻക്ലൂഡ് ചെയ്യുക, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വൈറ്റമിൻ സി റിച്ച് ഫുഡാണെങ്കിൽ നമുക്ക് അയൺ അബ്സോർപ്ഷൻ കൂട്ടും, എൻഹാൻസ് ചെയ്യുന്ന മീൽസാണ് വൈറ്റമിൻ സി റിച്ച് ഫ്രൂട്ട്സ് ലൈക്ക് സിട്രസ് ഒക്കെ. അവോയ്ഡ് ടീ ഓർ കോഫി വിത്ത് മീൽസ്. ടീ ഓർ കോഫി എന്ത് ചെയ്യും? നമ്മുടെ അബ്സോർപ്ഷൻ കുറയ്ക്കും, അയൺ അബ്സോർപ്ഷൻ. ദെൻ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. നമുക്ക് അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ, റൈസ് ഫ്ലോർ അല്ലെങ്കിൽ സോൾട്ട് ഒക്കെ അയൺ ഫോർട്ടിഫൈഡ് ആയിട്ട് വെക്കുക. ദെൻ കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് മലേറിയ, അതൊരു മെത്തേഡാണ്. മലേറിയ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല, ഇൻഫെക്ഷൻസൊക്കെ മാക്സിമം കുറയ്ക്കുക. അതുപോലെ ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഈസ് ഡയറ്റ് ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ. പ്രഗ്നൻസിയുടെ സമയത്ത് എനർജി ആൻഡ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് ഇൻക്രീസ് ചെയ്യണം. എന്തിനൊക്കെയാണ്? ടു സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് ദ ഫീറ്റസ്, കുഞ്ഞിൻ്റെ വളർച്ച, അതുപോലെ പ്ലാസൻ്റ ആൻഡ് മെറ്റേണൽ ടിഷ്യൂ, അതിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രമല്ല ന്യൂട്രിയൻ സ്റ്റോഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു പ്രത്യേക ഡയറ്റ് ആവശ്യമുണ്ട്. എ പ്രഗ്നൻറ്റ് വുമൺ നീഡ്സ് എ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് എക്സ്ട്രാ കാലറി, പ്രോട്ടീൻ, അയൺ, കാൽസ്യം ആൻഡ് ഫോളേറ്റ്. നമുക്കത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാധാരണ 1660 കിലോ കാലറി പെർ ഡേ ആണ് ഒരു സെഡൻറ്ററി വുമണ് വേണ്ടതെങ്കിൽ പ്രഗ്നൻറ്റ് വുമണ് എക്സ്ട്രാ 350 കിലോ കാലറി വേണം പെർ ഡേ. അപ്പോൾ ടോട്ടൽ ഒരു 2200 to 2500 കിലോ കാലറി പെർ ഡേ കിട്ടിക്കഴിഞ്ഞാലാണ് ആ ഒരു ലിമിറ്റ് റീച്ച് ചെയ്യുക. പ്രോട്ടീന് അഡീഷണലി 15 ഗ്രാം പെർ ഡേ വേണം. അപ്പോൾ ടോട്ടൽ പ്രോട്ടീൻ 75 to 85 ഗ്രാം പെർ ഡേ നമുക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട് ഒരു പ്രഗ്നൻറ്റ് വുമണിന് ഫ്രം ദ പൾസ്, മിൽക്ക്, എഗ് ഓർ മീറ്റ്. അയൺ ആണെങ്കിൽ ഒരു 35 മില്ലിഗ്രാം പെർ ഡേ, കൂടാതെ പ്രൊഫൈലാക്റ്റിക് ആയിട്ടുള്ള അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റും കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ഫോളേറ്റ് ഒരു 400 to 500 മൈക്രോഗ്രാം പെർ ഡേ ആണ്. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവാതെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രഗ്നൻറ്റ് വുമൺ കൺസ്യൂം ചെയ്യേണ്ടത്. ടോട്ടൽ ഫോളേറ്റ് എത്ര ആണ്? മൈക്രോഗ്രാം ആണ്. 400 to 500 മൈക്രോഗ്രാം പെർ ഡേ ഫോളേറ്റ് കിട്ടണം. അതിന് അബൌട്ട് 35 മില്ലിഗ്രാം പെർ ഡേ അയൺ റിച്ച് ഫുഡ് നമ്മൾ കഴിക്കേണ്ടതായിരിക്കണം. അതുപോലെ കാൽസ്യമാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അയൺ കഴിഞ്ഞാൽ, എല്ല് പല്ല് വളർച്ചയ്ക്കൊക്കെ കുഞ്ഞിൻ്റെ. സോ 1 to 1.2 ഗ്രാം പെർ ഡേ, കുറച്ച് കൂടുതൽ വേണം. മൈക്രോഗ്രാം ആണ് ഫോളേറ്റ് വേണമെങ്കിൽ ഇവിടെ ഗ്രാം പെർ ഡേ കാൽസ്യം. സോ ഇത് കിട്ടുന്നത് മിൽക്ക്, കർഡ്, റാഗി, ഫിഷ് വിത്ത് ബോൺസ്. അങ്ങനെ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് കൂടുതൽ കഴിക്കണം. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻ എ, സേഫ് ലിമിറ്റിൻ്റെ ഉള്ളിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി, അയഡിൻ, സിങ്ക്, ഇതൊക്കെ ആവശ്യമുണ്ട്. പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ സാധാരണ പോലെ ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ചപ്പാത്തി, കൂടെ മിൽക്ക്, പിന്നെ സം ഫ്രൂട്ട്സ് ലൈക്ക് ബനാന ഓർ ഗോവ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി മിഡ് മോർണിംഗ് ഇവർക്ക് 3 വട്ടം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെയല്ല, അതിൻ്റെ ഇടയിലും ഫുഡ് കൊടുക്കണം പ്രഗ്നൻ്റ് ആയതുകൊണ്ട്. സോ മിഡ് മോർണിംഗിലായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഞ്ച് പോലെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പൾസസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്, ബട്ടർ മിൽക്ക്, ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. ലഞ്ചിന് നേരത്തെ പോലെ റൈസ്, ഒരു ചപ്പാത്തി, ദാൽ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സീസണൽ വെജിറ്റബിൾസ്, കർഡ്, സലാഡ്, പിന്നെ കുറച്ച് ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ലഞ്ചിന് കൊടുക്കുന്നു. ഈവനിങ്ങിലാണെങ്കിൽ റോസ്റ്റഡ് ആയിട്ടുള്ള ചന്ന അല്ലെങ്കിൽ ലെമൺ വാട്ടർ, ഫ്രൂട്ട്സ്, ഇതൊക്കെ ഈവനിങ്. ദെൻ ഡിന്നർ അഗെയിൻ നമ്മൾ ലഞ്ചിന് കഴിച്ച പോലെ എന്തെങ്കിലും പ്ലസ് ഒരു എഗ് ഓർ മീറ്റ് ഓർ ഫിഷ്, ഏതാ ആക്സെപ്റ്റബിൾ എന്ന് വെച്ചാൽ അത് ലഞ്ചിന് കൊടുത്തത്, പ്ലസ് എക്സ്ട്രാ ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫിഷ്, മീറ്റ് ഓർ എഗ് എന്തെങ്കിലും ഡിന്നറിനൊക്കെ കൊടുക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻറ്റ് മീൽസ് കൊടുക്കണം എന്ന് പറയുന്നത്?
3 നേരം മാത്രം കൊടുക്കണമെങ്കിലവർക്ക് ഛർദ്ദിക്കാൻ ഒരു ടെൻഡൻസി, ഹാർട്ട് ബേൺ ഒക്കെ ഉണ്ടാവും. സോ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആണ് ബെറ്റർ ദാൻ എ ബൾക്ക് 3 ടൈം മീൽസ്. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ ആൽക്കഹോൾ, സ്മോക്കിംഗ്, പിന്നെ അൺസേഫ് ആയിട്ടുള്ള ഡ്രഗ്സ്, സ്പൈസി ഫുഡ്സ്, ഫ്രൈഡ് ആൻഡ് ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. നന്നായിട്ട് സേഫ് ആയിട്ടുള്ള ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത് ഇൻഫെക്ഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടോട്ടൽ വെയ്റ്റ് ഗെയിൻ ഈ പ്രഗ്നൻറ്റ് വുമൺ 10 to 12 കിലോഗ്രാം ആണ് കൂടേണ്ടത്. സാധാരണ ലേഡി പ്രഗ്നൻ്റ് ആവുമ്പോൾ ഒരു 10 to 12 കിലോ കൂടേണ്ടതായിരിക്കുന്നു. നെക്സ്റ്റ് ഡയറ്ററി സോഴ്സ് ഓഫ് വൈറ്റമിൻ എ പരിചയപ്പെടാം. വൈറ്റമിൻ എ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? എനിമൽ സോഴ്സുണ്ട്, പ്ലാന്റ് സോഴ്സുണ്ട്. എനിമൽസിൽ നിന്ന് റെറ്റിനോൾ എന്ന രൂപത്തിലും, അതാണ് ഹൈ ബയോ അവൈലബിലിറ്റി ഇൻ നേച്ചർ. റെറ്റിനോൾ എന്ന രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നത്. എനിമലിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. ഈസ് ഹൈലി റിച്ച്ഡ് വൈറ്റമിൻ എ ആണ് റെറ്റിനോൾ. പ്രോ വൈറ്റമിൻ എ കരോട്ടിനോയിഡ്സ് എന്നുള്ള രൂപം പ്ലാന്റ് ഫുഡ്സിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ എ ആണ്. പ്രോ വൈറ്റമിൻ എ അല്ലെങ്കിൽ കരോട്ടിനോയിഡ് എന്ന രൂപത്തിലാണ് പ്ലാന്റ് ഫുഡിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ കിട്ടുന്നത്. അത് ആഫ്റ്റർ സം കൺവേർഷൻ ഇറ്റ് ബിക്കം റെറ്റിനോൾ ആൻഡ് ബിക്കം വൈറ്റമിൻ എ. ദെൻ ഇറ്റ് ഹെൽപ്ഫുൾ ഇൻ വിഷൻ, എപ്പിത്തീലിയൽ ഇൻറ്റഗ്രിറ്റി, ഗ്രോത്ത്, ഇമ്മ്യൂണിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ. ഇതിനൊക്കെയാണ് നമ്മുടെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. പിന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രോത്ത്, ഇമ്മ്യൂണിറ്റി ആൻഡ് റീപ്രൊഡക്ഷന് വൈറ്റമിൻ എ വേണം. എനിമൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫിഷ് ലിവർ ഓയിൽസ്, ദെൻ കോഡ് ലിവർ ഓയിലാണ് മെയിൻ. ഒരു യൂറോപ്യൻ ഫിഷാണ് കോഡ്. അതിലത്തെ ലിവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ളത്. ദെൻ മിൽക്ക്, ബട്ടർ, ഗീ, ചീസ്, കർഡ്, അങ്ങനെ എല്ലാ മിൽക്ക് പ്രൊഡക്ട്സിലും വൈറ്റമിൻ എ ഉണ്ട്. എഗ്ഗ് യോക്ക്, അതിൽ മഞ്ഞക്കുരു, അതുപോലെ ഫാറ്റി ആയിട്ടുള്ള ഫിഷുകളിൽ നിന്നൊക്കെ വൈറ്റമിൻ എ കിട്ടും. പ്ലാന്റ് സോഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. എൻ എക്സാമ്പിളാണ് ചീര, പച്ചച്ചീര, ചുവന്ന ചീര, സ്പൈനാച്ച്, അമരാന്ത്. ഫെനുഗ്രീക്ക് ലീവ്സ് എന്നൊക്കെ പറയുന്നത് ഉലുവയില, ഡ്രം സ്റ്റിക്ക് ലീവ്സ്, മുരിങ്ങയിലൊക്കെ നല്ല പ്ലാന്റ് സോഴ്സാണ്. അതുപോലെ യെല്ലോ, ഓറഞ്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, ക്യാരറ്റ്, പംകിൻ, യെല്ലോ യാം, സ്വീറ്റ് പൊട്ടാറ്റോ, ഇതിലൊക്കെ വൈറ്റമിൻ എയുടെ അല്ലെങ്കിൽ കരോട്ടിനോയിഡ്സിൻ്റെ എമൗണ്ട് കൂടുതലാണ്. ഫ്രൂട്ട്സ് അതുപോലെ മാംഗോ, പപ്പായ, ആപ്രിക്കോട്ട്, ഇതൊക്കെയാണ് വൈറ്റമിൻ എ സോഴ്സസ് അല്ലെങ്കിൽ മേജർ കരോട്ടിനോയിഡ് സോഴ്സസ്. ഫാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആണ്. സോ നമുക്ക് ഫാറ്റ് ഒരു സ്മോൾ എമൗണ്ടിലുണ്ടെങ്കിൽ വെജിറ്റബിൾസ് നിന്നും ക്യാരറ്റും തുടങ്ങിയിട്ടുള്ള എല്ലാ പച്ചക്കറികളിൽ നിന്നുള്ള ആ കരോട്ടിനോയിഡ് അവൈലബിലിറ്റി ഇൻക്രീസ് ആവും. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷനാണ് അടുത്തത്. VAD, ഇതൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലമാണല്ലോ. പൊതുവേ മെയിൻലി ഡെവലപ്പിംഗ് കൺട്രീസിലെ, അതിൽ തന്നെ പ്രീ സ്കൂളിംഗ് ചിൽഡ്രൻ, അതുപോലെ പ്രഗ്നൻറ്റ് വുമൺസാണ് ഇത് മോസ്റ്റ് എഫക്റ്റ് ആവുന്നത്. പിന്നെ ഒക്കുലർ മാനിഫെസ്റ്റേഷനാണ് ഇതിലെന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ, ഒന്ന് ഒരു ഒക്കുലർ മാനിഫെസ്റ്റേഷൻ, മലയാളത്തിൽ പല നേത്ര പ്രകടനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഓരോ സയൻസും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഞാൻ അതിൻ്റെ ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം കണ്ണിന് മാത്രമല്ല മറ്റ് ഇൻഫെക്ഷൻസിന് സസെപ്റ്റിബിൾ ആവാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഇറ്റ് ഓൾസോ ഇൻക്രീസ് ദ സസെപ്റ്റിബിലിറ്റി ടു ഡിഫറെൻറ്റ് ഇൻഫെക്ഷൻസ്. ഓക്കെ, സോ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ്റെ ഒരു 7-8 ഉണ്ട്. ആദ്യത്തെയാണ് ഇത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, XN എന്ന് പറയും. ഏർലിയസ്റ്റ് സിംറ്റമാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെച്ചാൽ. സെൽസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. സോ ഡിം ലൈറ്റ് വിഷൻ പ്രത്യേകിച്ച് ചിൽഡ്രൻസിലാണത് കാണുന്നത്. ദ ചൈൽഡ് കനോട്ട് സീ പ്രോപ്പർലി ഇൻ ഡിം ലൈറ്റ്. കൺജങ്ക്റ്റിവൽ സീറോസിസ്, X1A എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇതെന്താണെന്ന് വെച്ചാൽ ഡ്രൈ ലെസ്റ്റർലെസ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് പാർട്ടില്ലേ കണ്ണിലെ സ്ക്ലിയറാണ്, അതിൻ്റെ ഒരു മ്യൂക്കസ് തിൻ ലെയറാണ്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് കൺജങ്ക്റ്റീവ. അത് ഭയങ്കര തിളക്കം കുറഞ്ഞ്
ലസ്റ്റർലെസ് എന്ന് വെച്ചാൽ തിളക്കം കുറഞ്ഞ് വ്രിങ്കിൾഡായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷനാണ് കൺജങ്ക്റ്റിവൽ സിറോസിസ്. ദിസ് ഇസ് സിംറ്റം. നമ്മൾ ബ്ലൈൻഡ് ആവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു കൈൻഡ് ഓഫ് സിംറ്റം അല്ലെങ്കിൽ സൈനാണ് കൺജങ്ക്റ്റിവൽ സിറോസിസ്. ബിറ്റോട്ട് സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ ഫോമി ട്രയാങ്കുലർ പാച്ചസ് ഓൺ ബൾബർ കൺജങ്ക്റ്റീവ. കൺജങ്ക്റ്റീവയുടെ മുകളിലൊരു ഒരു പതഞ്ഞ ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു പാച്ച് രൂപപ്പെടുന്നു. ദറ്റ് ഈസ് ബിറ്റോട്ട് സ്പോട്ട് X1b. നെക്സ്റ്റ് കോർണിയൽ സിറോസിസ് X2. ഇവിടെ ഒരു ഡ്രൈ ഹെയ്സി കോർണിയാണ് കാണാം. ഹെയ്സി എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റി അല്ലെങ്കിൽ ക്ലൗഡി, ആ ട്രാൻസ്പാരൻസി നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാണ് കോർണിയൽ സിറോസിസ്. ഡ്രൈ ഹെയ്സി കോർണിയ. നെക്സ്റ്റ് ഈസ് കോർണിയൽ അൾസേഴ്സ് ആൻഡ് കെരാറ്റോമലേസിയ. അതിന് 2 ടൈപ്പ് ഉണ്ട്, X3a ആൻഡ് X3b. X3a എന്ന് പറഞ്ഞാൽ ഒരു 1/3 കുറവ് കോർണിയ ഡിസ്ട്രക്റ്റ് ആയിപ്പോയി. സോഫ്റ്റനിങ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ കോർണിയ 1/3 കുറവ്. X3b എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കോർണിയൽ ഡിസ്ട്രക്ഷൻ. മോർ ദാൻ 1/3 പോർഷൻ ഓഫ് ദ കോർണിയ ഈസ് സോഫ്റ്റൻഡ് ആൻഡ് ഡിസ്ട്രക്റ്റഡ്. അതിൻ്റെ ഫിഗറാണ് അവിടെ കൊടുക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് അൾസറാണ്, ഐ അൾസർ എന്നൊക്കെ പറയാം. ദിസ് ഡെഫിനറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. ഇതൊരു അഡ്വാൻസ്ഡ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണ് ഈ X3a ആൻഡ് X3b. ആൻഡ് X2 എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു സിവിയർ VAD ആണ്, വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ്. X3 ആകുമ്പോഴേക്കും അഡ്വാൻസ്ഡ് VAD ആയി. ദെൻ കോർണിയൽ സ്കാറിങ്. ഈ അൾസറിൻ്റെ മുകളിൽ X3a ഓർ X3bൻ്റെ മുകളിൽ സ്കാറ് പോലെ അപ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള വിഷ്വൽ ഡിഫക്റ്റാണ് കോർണിയൽ സ്കാറിങ് XS. ഫൈനൽ ദ സിസ്റ്റമിക് സ്റ്റേജ്. അഡ്വാൻസ്ഡിൻ്റെ മുകളിലാണ്. സിസ്റ്റമിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിൻ്റെ ഭാഗമായിട്ട് ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യുന്നു, ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി ആൻഡ് ഡയറിയൽ ഇൻഫെക്ഷൻസ്, ഹൈ മോർട്ടാലിറ്റി. ഈ ഒരു ഫൈനൽ സ്റ്റേജാണ് സിസ്റ്റമിക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാണിക്കുന്നത്. കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കിയാലോ, അത് പുവർ ഡയറ്റ്. ചില ആൾക്കാർ മിൽക്ക് കുടിക്കില്ല, അല്ലെങ്കിൽ ആനിമൽ ഫുഡ്സ് കഴിക്കില്ല, അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കില്ല, യെല്ലോ ഫ്രൂട്ട്സ് കഴിക്കില്ല. അങ്ങനെയൊക്കെ ഓരോ സ്പെസിഫിസിറ്റി ഉള്ള ആൾക്കാർക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരും. പിന്നെ ഏർലി വീനിങ് സമയത്ത്, അതായത് കുട്ടികൾക്ക് ഒരു 6 മാസത്തിന് ശേഷം സെമി സോളിഡ് സ്റ്റേറ്റിലുള്ള ഫുഡാണ് കൊടുക്കുക. അതായത് ഡൈലൂട്ടഡ് സീരിയൽ ഗ്രുവൽസ് ഒക്കെ, ഇത് കുഴമ്പ് പോലത്തെ ഫുഡ് ഐറ്റംസ്, കുറച്ച് സെമി സോളിഡ് ആയിട്ടുള്ള. അപ്പോൾ ആ സമയത്ത് മിൽക്ക് ഫീഡിങ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരാം, അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് കുറവായതിൻ്റെ പേരിൽ. പിന്നെ ആ സമയത്ത് കുട്ടികൾക്ക് ലോട്ട്സ് ഓഫ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ, മീസ്ലെസ്, ഡയറിയ, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരാം. മാത്രമല്ല ഇന്ത്യയിൽ പൊതുവായിട്ട് പോവർട്ടി ഒരു കോമൺ ഫാക്ടറാണ്. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടും അതിനെ ഇഗ്നോർ ചെയ്യുമ്പോൾ അതിൻ്റെ സിവിയറിറ്റി കൂടിയിട്ട് നമ്മൾ ലാസ്റ്റ് കണ്ട സിസ്റ്റമിക് സ്റ്റേജ് വരെ എത്തും. അപ്പോൾ കൺജങ്ക്റ്റിവൽ സിറോസിസിലെ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാർ അത് ഇഗ്നോർ ചെയ്തു. പിന്നെ അത് അടുത്തത് ബിറ്റോട്ട് സ്പോട്ട് X2, X3a, X3b, XS, അതായത് കോർണിയൽ സ്കാറിങ്. അവിടെ വരെ എത്താൻ വേണ്ടി ചില ആൾക്കാർ ഇങ്ങനെ അതിന് ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു മെൻറ്റാലിറ്റി. അതുപോലെ ലാർജ് ഫാമിലി സൈസൊക്കെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം കാണുന്നുണ്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ലാർജ് ഫാമിലി സൈസിലൊക്കെ കണ്ടുവരുന്നുണ്ട്. മെയിൻ റീസൺ പോവർട്ടി ആയിരിക്കണം. ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, ഒന്ന് ഡയറ്ററി ഇംപ്രൂവ്മെൻറ്റ്, അതായത് കൂടുതൽ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, യെല്ലോ ഓറഞ്ച് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, മിൽക്ക്, എഗ് ആൻഡ് ഫോർട്ടിഫൈഡ് ഫുഡ് കൺസെപ്ഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. രണ്ടാമത്തെ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് 1970 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ടു പ്രിവെൻറ്റ് ദ ന്യൂട്രീഷണൽ ബ്ലൈൻഡ്നെസ്, അതായത് സിറോഫ്താൽമിയ ഈസ് എ ന്യൂട്രീഷണൽ ബ്ലൈൻഡ്നെസ്, and reduce the child mortality by administering a high dose vitamin A to the children aged under 6 months to 5 years. ശരിക്കും 59 months എന്നാണ്. നമുക്ക് ഹെൽത്ത് വർക്കേഴ്സ് പീരിയോഡിക് ഇൻ്റർവെല്ലിൽ സ്പെസിഫിക് ഡോസേജ് അനുസരിച്ച് വൈറ്റമിൻ എ ഡെലിവർ ചെയ്യുന്നുണ്ട്. അത് ആ പ്രോഗ്രാമാണ് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം. നെക്സ്റ്റ് നമുക്ക് മീസ്ലസ് ആൻഡ് അതർ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യണം.
പിന്നെ കുട്ടികൾക്ക് MMR വാക്സിൻ ഉണ്ട്, മീസ്ലസ് മംസ് റുബെല്ല 2 ഡോസായിട്ടാണ്. ഫസ്റ്റത്തെ ഒരു 12 to 15 മന്ത്സിലും സെക്കൻഡ് ഒരു 4 to 6 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് എടുക്കേണ്ടത്. മാത്രമല്ല ഡയറിയ, പിന്നെ പ്രോട്ടീൻ അലർജി, മാൽന്യൂട്രീഷൻ ഇതൊക്കെ ടൈമിലി ട്രീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ മദേഴ്സിനെ കൊടുക്കണം. അല്ലെങ്കിൽ ICDS പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ്, ആ പ്രോഗ്രാം, അതുപോലെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്തും, അങ്ങനെ RCH എന്ന് പറഞ്ഞ 2 സർവീസ് ഉണ്ട്. ആ സർവീസുമായിട്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിക്ക് വേണ്ട പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാം. So these are the different ideas to prevent and control vitamin A deficiency in India. Low birth weight. Low birth weight is defined as the birth weight less than 2500 gram irrespective of the gestational age. It includes preterm babies. Preterm babies എന്ന് പറഞ്ഞാൽ babies that born before 37 completed weeks. മിനിമം 37 വീക്സ് വേണം ലോ ബർത്ത് വെയ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് താഴെയുള്ള ആൾക്കാരൊക്കെ ലോ ബർത്ത് വെയ്റ്റ് കാറ്റഗറിയിൽ പൊതുവെ പെടാറുണ്ട്. മാത്രമല്ല സ്മോൾ ഫോർ ജെസ്റ്റേഷണൽ ഏജ്, അതായത് ജെസ്റ്റേഷണൽ ഏജ് കറക്റ്റ് ആണെങ്കിലും 37 വീക്സ് കംപ്ലീറ്റഡ് ആണെങ്കിലും ആ കുട്ടിയുടെ സൈസ് ഭയങ്കര സ്മോൾ ആയിരിക്കുന്നു. ബിക്കോസ് ദ ബേബി വിത്ത് ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ IUGR, അതായത് പ്ലാസൻ്റ മൂലമുള്ള ഒരു കൈൻഡ് ഓഫ് റിസ്ക് ഫാക്ടറാണത്. IUGR, ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ. പല കാരണങ്ങളാവാം, പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസി ആവാം, അത് റീസൺ. ഇത് പ്ലാസൻ്റ നോട്ട് പ്രൊവൈഡിങ് ഇനഫ് ഓക്സിജൻ ഓർ ന്യൂട്രിയൻസ് ഡ്യൂ ടു ദ റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ. അതെങ്ങനെ മനസ്സിലാവും ഇത് പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസി മൂലം വന്നതാണ്? ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ്, അമ്മയ്ക്കാണെങ്കിൽ വയറ് വേണ്ടത്ര വലുപ്പം വയ്ക്കാണ്ടിരിക്കുക, അതാണ്. ഇനി പ്ലാസൻ്റൽ പ്രിവിയ എന്ന് പറയുന്ന റീസൺ ആണെങ്കിൽ, അതായത് പ്ലാസൻ്റ താഴെ കിടക്കുന്നു, ലോ ലയിങ് പ്ലാസൻ്റ, കുട്ടി മുകളിൽ. അപ്പോൾ ആദ്യം വരിക കുട്ടിയാവണമെന്നില്ലല്ലോ. സോ പെയിൻലെസ് ബ്ലീഡിങ് ആണ് മെയിൻ സിംറ്റം. അപ്പോൾ ഡോക്ടർ എന്താ അഡ്വൈസ് ചെയ്യുന്നത് വെച്ചാൽ C-സെക്ഷൻ, ഇത് സിസേറിയൻ അഡ്വൈസ് ചെയ്യും പ്ലാസൻ്റ പ്രിവിയ ആണെങ്കിൽ. ഇതൊക്കെ IUGR-നുള്ള റീസൺസാണ്. ഇനി അബ്രപ്റ്റീവ് പ്ലാസൻ്റ. അബ്രപ്റ്റീവ് പ്ലാസൻ്റ ഈസ് എ മെഡിക്കൽ എമർജൻസി ആഫ്റ്റർ 20 വീക്സ് എന്ന് പറയുമ്പോൾ ഒരു 5 months എനി ടൈം ദ പ്ലാസൻ്റ ക്യാൻ ഡിറ്റാച്ച് ഫ്രം ദ ഫീറ്റസ്. അപ്പോൾ പിന്നെ കുട്ടിക്ക് ഇങ്ങനെ ഫുഡൊന്നും കിട്ടില്ലല്ലോ, സോ ഹെവി സ്റ്റൊമക്ക് ഏക്ക് ഉണ്ടാവും. അപ്പോൾ ഗർഭാശയത്തിലെ ഒരു മുറുക്കം, രക്തസ്രാവം, ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അബ്രപ്റ്റീവ് പ്ലാസൻ്റ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇതൊരു റിസ്ക് ഫാക്ടറാണ്, മാത്രമല്ല ലോ ബർത്ത് വെയ്റ്റിനുള്ള കാരണം കൂടിയാണ്. ലോ ബർത്ത് വെയ്റ്റിന് മെറ്റേണൽ സൈഡിൽ നിന്നുള്ള കാരണങ്ങളും റിസ്ക് ഫാക്ടേഴ്സും നോക്കുകയാണെങ്കിൽ, ദ അണ്ടർ ന്യൂട്രീഷൻ ഓഫ് മദർ, അല്ലെങ്കിൽ ലോ പ്രഗ്നൻസി വെയ്റ്റ്, അനീമിയ, ഷോർട്ട് സ്റ്റാച്ചർ, ടീനേജ് പ്രഗ്നൻസി, ഹെവി ഫിസിക്കൽ വർക്ക്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇൻഫെക്ഷൻസ് ലൈക്ക് മലേറിയ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ദെൻ ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംപ്സിയ. എന്താ പ്രീ എക്ലാംപ്സിയ എന്ന് വെച്ചാൽ 20 വീക്സിന് അല്ലെങ്കിൽ 5 മാസത്തിന് ശേഷം ഹൈ ബ്ലഡ് പ്രഷർ വരും. അപ്പോൾ പ്രോട്ടീൻ്റെ വേറെ ലക്ഷണങ്ങളാണ് യൂറിനിലെ പ്രോട്ടീൻ, പിന്നെ വൃക്ക, കരൾ എന്നതിൻ്റെ തകരാറ്. അങ്ങനെ പല കാരണങ്ങളുമാണ് മെറ്റേണലി ദ റീസൺസ് ഫോർ ദ ലോ ബർത്ത് വെയ്റ്റ്. ഒന്നുകൂടിയും പറയാം: അണ്ടർ ന്യൂട്രീഷൻ, ലോ പ്രീ പ്രഗ്നൻസി വെയ്റ്റ്, അനീമിയ, ഷോർട്ട് സ്റ്റാച്ചർ, teenage pregnancy, heavy physical work, smoking, alcohol, infections like malaria, urinary tract infection, hypertension and pre-eclampsia. ഫീറ്റൽ റീസൺസും ഒരു കാരണമാണ്. ഫീറ്റൽ റീസൺസിൽ വരുന്നതാണ് മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ഇരട്ടക്കുട്ടികൾ പോരാതെ ഒരു 3 കുട്ടികൾ അല്ലെങ്കിൽ 4 കുട്ടികളൊക്കെ അൺയൂഷ്വലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് എന്താ പറയുക, ഓരോ കുട്ടികളുടെ വെയിറ്റ് കുറയ്ക്കും. കൺജനിറ്റലായിട്ടുള്ള മാൽഫോർമേഷൻസ്, അതായത് ജന്മനായുള്ള കുട്ടികളുടെ വൈകല്യങ്ങൾ കാരണം കുട്ടികൾക്ക് വെയിറ്റ് കുറവായിരിക്കും. അതുപോലെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്കും വെയിറ്റ് കുറവായിരിക്കും. ഇനി സോഷ്യോ എക്കണോമിക് റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പോവർട്ടി, ലോ എഡ്യൂക്കേഷൻ, ഇൻഅഡിക്വേറ്റ് ആൻറ്റിനാറ്റൽ കെയർ, അതായത് ഒരു 9 മന്തുള്ള ഗർഭകാല പരിചരണത്തെയാണ് ആൻറ്റിനാറ്റൽ കെയർ എന്ന് പറയുന്നത്. പോരാതെ വരിക, അത് കറക്റ്റായിട്ട്
അഡിക്വേറ്റ് ആയിട്ട് കിട്ടാത്ത ഒരു കാര്യം. പിന്നെ ക്ലോസ്ലി സ്പേസ്ഡ് ബെർത്ത്, അതായത് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, അടുത്ത കൊല്ലം അടുത്ത കുട്ടി ഉണ്ടായി, അപ്പോൾ അതുവരെ ഒരു മിനിമം ഒരു 3 ഇയർ ഗ്യാപ്പെങ്കിലും വേണം ഓരോ കുട്ടികൾ തമ്മിൽ. അതാണ് അമ്മയുടെ ആരോഗ്യത്തിനും കുട്ടിയുടെ ആരോഗ്യത്തിനും നല്ലത്. അപ്പോൾ ക്ലോസ്ലി സ്പേസ്ഡ് ബെർത്തൊക്കെയാണ് മറ്റു റീസൺസ് ഫോർ ദ ലോ ബെർത്ത് വെയ്റ്റ്. അപ്പോൾ മെറ്റേണൽ റീസൺസ് ഉണ്ട്, പ്ലാസെൻ്റൽ റീസൺസ് ഉണ്ട്, ഫീറ്റൽ റീസൺസ് ഉണ്ട്, സോഷ്യൽ എക്കണോമിക് റീസൺസ്. അങ്ങനെ 4 മേജർ റീസൺസ് ആണ് ലോ ബെർത്ത് വെയ്റ്റിന് കാരണം. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ലോ ബെർത്ത് വെയ്റ്റ്? ഇത് ജനിച്ച കുട്ടിക്ക് നല്ല ശ്വാസതടസ്സം, ആസ്ഫെക്സിയ, ASPHYXIA, ദെൻ ഹൈപ്പോതെർമിയ, ടെമ്പറേച്ചർ താഴ്ന്നു പോകുന്നു, അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ, ജനിച്ച കുട്ടിക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വളരെ ലോ ആണ്, പിന്നെ ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ആൻഡ് പെരിനാറ്റൽ മോർട്ടാലിറ്റി. പെരിനാറ്റൽ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ സ്റ്റിൽ ബർത്തിൽ തന്നെ മരിക്കുക, അതായത് വിത്തിൻസൈഡ് ദ യൂട്രസ് കുട്ടി മരിക്കുന്നു. പിന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ ഏർലി നിയോനറ്റൽ ഡെത്ത് മരിക്കാം. പിന്നെ ലോങ് ടേം ആയിട്ട് ഗ്രോത്ത് ഫെയിലിയർ ഉണ്ടാവുക, അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിലേ, വളരെ പതുക്കെ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യുന്നു, ഹയർ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ് ലേറ്റർ ഇൻ ദ ലൈഫ്. കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ക്രോണിക് ആയിട്ടുള്ള പല ഡിസീസസ് ഉണ്ടാവുന്നു. സോഷ്യൽ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് കെയർ കൂടുന്നു, അതുപോലെ ഹെൽത്ത് സർവീസിൻ്റെ ബർഡനും കൂടുന്നു. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം? ലോ ബെർത്ത് വെയ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്? ഇംപ്രൂവ് മെറ്റേണൽ ന്യൂട്രീഷൻ, അമ്മയുടെ ന്യൂട്രീഷൻ കൂട്ടുക, അതായത് ബാലൻസ്ഡ് ഡയറ്റ് ആവുക, പിന്നെ അയൺ, ഫോളിക് ആസിഡ് ആൻഡ് കാൽസ്യം സപ്ലിമെൻറ്റേഷൻ കൊടുക്കുക, റെസ്റ്റ് ആൻഡ് റിഡക്ഷൻ ഓഫ് ഹെവി വർക്ക് എന്നൊക്കെ ഒഴിവാക്കി നിർത്തുക. അപ്പോൾ നമുക്ക് ലോ ബെർത്ത് വെയ്റ്റ് കുറയ്ക്കാം. അഡിക്വേറ്റ് ആൻറ്റിനാറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 9 മന്ത് ജസ്റ്റേഷൻ ടൈമിൽ കൊടുക്കുന്ന കെയറാണ്. സോ നമ്മൾ വേഗം രജിസ്റ്റർ ചെയ്യുക, ഏർലി രജിസ്ട്രേഷൻ. ഒരു മിനിമം ആൻറ്റിനാറ്റൽ വിസിറ്റ്സ് ഒരു 4 എണ്ണമെങ്കിലും നടത്തണം. അനീമിയയുടെയൊക്കെ സ്ക്രീനിങ്ങും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യുക. ഹൈപ്പർ ടെൻഷൻ, ഇൻഫെക്ഷനൊക്കെ ഉണ്ടോയെന്ന് നോക്കുക, കുറയ്ക്കാൻ ശ്രമിക്കുക. ബെർത്ത് സ്പേസിങ് ആണ് അടുത്തൊരു കാര്യം, അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫാമിലി പ്ലാനിങ് എന്ന് പറയുമ്പം ഒന്ന് ടീനേജ് പ്രഗ്നൻസി മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഹൈ റിസ്ക് പ്രഗ്നൻസിയും കുറയ്ക്കുക. അങ്ങനെ നല്ല രീതിയിൽ ഫാമിലി പ്ലാൻ ചെയ്യുക. ദെൻ സ്പെഷ്യൽ കെയർ ഫോർ ദ ലോ ബെർത്ത് വെയ്റ്റ് ബേബീസ്. അതെന്തൊക്കെ ചെയ്യാൻ പറ്റും? അതായത് KMC, കങ്കാരു മദർ കെയർ. ഒരു വാംത്തൊക്കെ കിട്ടാൻ വേണ്ടി കുട്ടിക്ക് എപ്പോഴും ആ കുഞ്ഞിനെ അമ്മയുടെ കൂടെ ചേർത്ത് വളർത്താം, ചൂട് കിട്ടാൻ. ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട്, പിന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓൾറെഡി ലോ ബെർത്ത് വെയ്റ്റിൽ ജനിച്ച കുട്ടികളെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ കെയർ അവർക്ക് കൊടുക്കണം. ഒന്ന് KMC, കങ്കാരു മദർ കെയർ ഫോർ ദ വാംത്ത്, ദെൻ ബ്രസ്റ്റ് ഫീഡിങ് നന്നായിട്ട് കൊടുക്കുക, പിന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷനൊക്കെ ചെയ്യാം. ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് അണ്ടർ ICDS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ്. ഇതിൽ എന്താണ് അവരുടെ മെയിൻ ഉദ്ദേശം? സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ടു ബ്രിഡ്ജ് ദ കാലറി ആൻഡ് പ്രോട്ടീൻ ഗ്യാപ്പ്. ഈ സർവീസ് കൊടുക്കുന്നത് അംഗൻവാടി സെൻറ്റേഴ്സ് വഴിയായിട്ടാണ്. ഇവരുടെ മെയിൻ ടാർഗറ്റ് ചിൽഡ്രൻസ് ഫ്രം ദ 6 months to 6 years, 72 months വരെയുള്ള കുട്ടികളാണ് മെയിൻ. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ചൂട് ചോറൂണ് കൊടുക്കൽ, കുക്ക്ഡ് മീൽസ് ഓർ ടേക്ക് ഹോം റേഷൻസ് വഴിയിട്ടാണ് അവർക്ക് അഡീഷണൽ കാലറീസ് ആൻഡ് പ്രോട്ടീൻസ് കൊടുക്കുന്നത്. സിവിയർലി മാൽന്യൂട്രീഷൻ്റെ ചിൽഡ്രൻസിലാണെങ്കിൽ എക്സ്ട്രാ ഹയർ കാലറി കൊടുക്കുന്നത് പ്രോട്ടീൻ റേഷൻസ്, അതുപോലെ പ്രോഗ്രാംഡ് ഗൈഡ് ലൈൻസ് പ്രകാരം ഉള്ള പ്രോട്ടീൻ റേഷൻസാണ് കൊടുക്കുന്നത്. പിന്നെ പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൻസിന് എക്സ്ട്രാ കാലറി ആൻഡ് പ്രോട്ടീൻസ് ത്രൂ ദ ടേക്ക് ഹോം റേഷൻസ് ആൻഡ് ഹോട്ട് കുക്ക്ഡ് മീൽസ് വഴിയായിട്ടാണ്. അപ്പോൾ ഇവരുടെ മെയിൻ അജണ്ട എന്താ? ബെനിഫിറ്റ്, എങ്ങനെ ബെനിഫിറ്റ് കൊടുക്കാനാണ്? മാൽന്യൂട്രീഷൻ റിഡക്ഷൻ. 2 type ഓഫ് മാൽന്യൂട്രീഷൻ. ഒന്ന് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, PEM, അതുപോലെ ന്യൂട്രീഷണൽ അനീമിയ എമോങ് ദി ചിൽഡ്രൻ ആൻഡ് മദേഴ്സ്. ഇത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ബെനിഫിറ്റാണ്. ഇറ്റ് ഇംപ്രൂവ് ദ വെയ്റ്റ് ഗെയിൻ, ഗ്രോത്ത് ആൻഡ് ഹെൽത്തി ഡെവലപ്മെൻറ്റ് ത്രൂ റെഗുലർ ഫീഡിങ് ആൻഡ് ഗ്രോത്ത് മോണിറ്ററിങ്.
കൺസിസ്റ്റൻ്റായിട്ട് മൈക്രോന്യൂട്രിയൻറ്റ് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മീൽസ് കൊടുത്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. മൂന്നാമത്തെ സേഫ്റ്റി നെറ്റ്. എങ്ങനെയാണ് സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കുന്നത്? ദേ പ്രൊവൈഡ് ഫോർട്ടിഫൈഡ് ഫുഡ്, ഇംപ്രൂവ് ഇൻടേക്ക് ഓഫ് അയേൺ, വൈറ്റമിൻ എ ആൻഡ് അതർ മൈക്രോന്യൂട്രിയൻസ്. നാലാമത്തെ ബെനിഫിറ്റ് ബിഹേവിയറൽ ചേഞ്ച്. ദേ ആക്ട് ആസ് എ സേഫ്റ്റി നെറ്റ് ഫോർ എ പൂവർ ഡ്യൂറിങ് ദി പീരീഡ്സ് ഓഫ് ഫുഡ് ഇൻസെക്യൂരിറ്റി. റൂറൽ, അർബൻ അതിൽ സ്ലം പോപ്പുലേഷൻസിനെ ഫോക്കസ് ചെയ്ത് അവർക്ക് ഫുഡ് ഇൻസെക്യൂരിറ്റിയും അതുപോലെ ഹങ്കറും വരാതിരിക്കാൻ ഇവരൊരു സേഫ്റ്റി നെറ്റായിട്ട് ICDS വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള ഫീഡിങ് പ്രാക്ടീസസും അതുപോലെ മദേഴ്സിന് ന്യൂട്രീഷണൽ എഡ്യൂക്കേഷനും കൊടുക്കുന്നുണ്ട്. 3 കാറ്റഗറീസാണുള്ളത്. ചിൽഡ്രൻ 6 months to 6 years, അവർക്ക് 500 kcal ആണ് ത്രൂ 12 to 15 gram പ്രോട്ടീൻസ് വഴിയായിട്ടാണ് കൊടുക്കുന്നത്. സിവിയർലി മാൽന്യൂട്രീഷൻ്റെ ചിൽഡ്രൻസിനാണെങ്കിൽ 800 kcal per day, 20 to 25 gram ഓഫ് പ്രോട്ടീൻസ്. ഇതാണ് അവരുടെ ഗൈഡ് ലൈൻ പ്രകാരമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ. ഇനി പ്രഗ്നൻ്റ് ഓർ ലാക്ടേറ്റിംഗ് വുമൻസിന് 600 kcal per day ആണ് കൊടുക്കുന്നത് ത്രൂ ഒരു 18 to 20 grams ഓഫ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ്സ്. അംഗൻവാടിയിൽ അമൃതം പൊടി എന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻറ്റ് വുമൻസിന് മാത്രം ഒരു പ്രത്യേക ഒരു ഫുഡ് ഐറ്റം കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് ഈ പ്രോട്ടീൻ പ്രൊഡക്ട്സ് അവരുടെ. വാട്ട് ആർ ദ റോൾസ് ഓഫ് ICDS ഇൻ ന്യൂട്രീഷൻ? അവരുടെ റോൾ എന്താണ്? ഇന്ത്യയിൽ 1975 ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാമായിട്ട് ICDS നിലവിൽ വരുന്നത്. ഇവരുടെ മെയിൻ കവറേജ് ഒരു വർഷത്തിൽ 300 days ആണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ത്രൂ അംഗൻവാടി സെൻറ്റേഴ്സ് അണ്ടർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ്. അങ്ങനെയാണ് മോണിറ്ററിങ് ചെയ്യുന്നത്. ആൻഡ് ടാർഗറ്റ് ഈസ് focus on the marginalized community to prevent the mortality and the morbidity and also the school dropout. ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ മെയിൻ ടാർഗറ്റ്. അതിന് വേണ്ടിയിട്ട് ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് 0 to 6 years, 72 months വരെ 6 years ഇവരുടെ ന്യൂട്രീഷണൽ ഹെൽത്ത് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് മറ്റൊരു ടാർഗറ്റ്. Third target is mother empowerment. Enhance the capability of mother to look after their own health and nutritional need of their children. ചൈൽഡിൻ്റെ ഫിസിയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രോപ്പർ ആക്കാനുള്ളൊരു ഫൗണ്ടേഷനാണ് ICDS. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ, ഗ്രോത്ത് മോണിറ്ററിങ് ആൻഡ് പ്രൊമോഷൻ, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു മദേഴ്സ്, മൈക്രോ ന്യൂട്രിയൻറ്റ് സപ്ലിമെൻറ്റേഷൻ, ഈ 4 ഇവരുടെ മെയിൻ സർവീസസ്, റോൾസ് ഓഫ് ICDS. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഹോട്ട് കുക്ക്ഡ് മീൽസ്, അതുപോലെ ടേക്ക് ഹോം റേഷൻസ് ടു ചിൽഡ്രൻ അപ് ടു 6 years ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് വുമൺ, ഓൾസോ ദ അഡോളസെൻ്റ് ഗേൾസ് അവർക്കുണ്ട്. ടു ബ്രിഡ്ജ് ദ കാലോറി ആൻഡ് പ്രോട്ടീൻ ഗ്യാപ്പ്. പിന്നെ ഗ്രോത്ത് മോണിറ്ററിങ് ആൻഡ് പ്രൊമോഷനിൽ അവർ മന്ത്ലി ആയിട്ട് വെയിറ്റ് എടുക്കും, പിന്നെ ഗ്രോത്ത് ചാർട്ട് പ്ലോട്ട് ചെയ്യുക, ന്യൂട്രീഷണൽ അണ്ടർ ന്യൂട്രീഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് ഹോസ്പിറ്റൽ റെഫറൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഗ്രോത്ത് മോണിറ്ററിങ് ആൻഡ് പ്രൊമോഷൻ്റെ അണ്ടറിൽ വരുന്ന അവരുടെ വർക്ക്സ്. ഒന്ന് റെഗുലറായിട്ട് വെയിറ്റ് ഹൈറ്റൊക്കെ മോണിറ്റർ ചെയ്യുക, പിന്നെ ഗ്രോത്ത് ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നു, ഐഡൻറ്റിഫൈങ് ദ അണ്ടർ ന്യൂട്രീഷൻ ആൻഡ് ദെൻ റെഫറിങ്. ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു മദേഴ്സിൽ എന്തിനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്? ബ്രസ്റ്റ് ഫീഡിങ്, കോംപ്ലിമെൻ്ററി ഫീഡിങ്, ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഓൾസോ ഹൈജീൻ. മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ, പിന്നെ അയൺ ഫോളിക് ആസിഡ്, അതുപോലെ ഡീവേമിങ്ങിന് ആൽബൻഡസോൾ. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവർ മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെൻറ്റ് കൊടുക്കുന്നത്. ഇതിന് മെയിൻ ഇമ്പാക്റ്റ് എന്താണ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസിൽ? ദിസ് കോൺട്രിബ്യൂട്ട് ടു ദ റിഡക്ഷൻ ഓഫ് അണ്ടർ 5 മാൽന്യൂട്രീഷൻ. അതായത് അണ്ടർ 5 മാൽന്യൂട്രീഷനിൽ വരുന്നത് 2 സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷനും മോഡറേറ്റ് അക്യൂട്ട് മാൽന്യൂട്രീഷനും. അപ്പോൾ 5 വയസ്സിന് താഴെ ഇത്തരം മാൽന്യൂട്രീഷൻ കുറയ്ക്കുക, അനീമിയ കുറയ്ക്കുക, സ്കൂളിലേക്ക് പോകാനുള്ള റെഡിനെസ് കൂട്ടുക. അതായത് അംഗൻവാടി എന്ന് പറയുന്നത് ഒരു നോൺ ഫോർമൽ എഡ്യൂക്കേഷനാണ്. നമ്മുടെ കൊഗ്നിറ്റീവ് ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അംഗൻവാടിയിൽ കിട്ടുന്നത്.
then provide a platform for convergence of other nutritional programs. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് അതർ ദാൻ ICDS? മിഡ് ഡേ മീൽ, അനീമിയ മുക്ത് ഭാരത്, പോഷൻ അഭിയാൻ, ഇതൊക്കെ കൺവെർജ് ചെയ്തിട്ട് ന്യൂട്രീഷണൽ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ICDSൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി എന്നല്ല, അവരുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫൈനൽ ഇമ്പാക്റ്റ് ആണ്. കോൺട്രിബ്യൂട്ടിംഗ് ടു ദ റിഡക്ഷൻ ഓഫ് അണ്ടർ 5 malnutrition and anemia, and also it improve the school readiness. Then it also provide a platform for the convergence of other nutrition programs like midday meal, anemia mukt bharat and poshan abhiyan. Services given to children in Anganwadis or role of Anganwadi. അംഗൻവാടി സെൻറ്റർ എന്ന് പറയുന്നത് ICDS സർവീസിൻ്റെ കമ്മ്യൂണിറ്റി ലെവലുള്ള ഒരു ഫോക്കൽ പോയിൻ്റാണ്. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്നും ഡെയിലി ഹോട്ട് കുക്ക്ഡ് മീൽസ് ഓർ സ്നാക്സ് അല്ലെങ്കിൽ ടേക്ക് ഹോം റേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഗ്രോത്ത് മോണിറ്റർ ചെയ്യാറുണ്ട് റെഗുലറായിട്ട്. വെയ്റ്റിംഗ്, പ്ലോട്ടിംഗ് ദ ഗ്രോത്ത് ചാർട്ട്, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ദ ഗ്രോത്ത് ഫോൾട്ടറിങ്, അതായത് വളർച്ച മുരടിപ്പോ മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ ചെയ്യുന്നത് അംഗൻവാടീസ് വെച്ചിട്ടായിരിക്കും. പിന്നെ ഹെൽത്ത് സർവീസസ് ലൈക്ക് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് അവബോധം ഇവർക്ക് പാരൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡീവോമിങ് ആയിട്ടുള്ള ആൽബൻഡസോൾ തുടങ്ങിയ ഡ്രഗ്സിൻ്റെ സപ്ലിമെൻറ്റേഷൻ, പിന്നെ വൈറ്റമിൻ A ട്രീറ്റ്മെൻറ്റ് ഓർ റെഫറൽ ടു ദ സിക്ക് ചിൽഡ്രൻ, ആശുപത്രിയിലേക്ക് അയക്കുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. പിന്നെ നോൺ ഫോർമൽ ആയിട്ടുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അപ് ടു 6 years അംഗൻവാടി സെൻറ്റേഴ്സിന് കൊടുക്കുന്നു. പ്ലേ വൈൽ ലേണിംഗ്, സ്കൂൾ റെഡിനെസ് ഒക്കെ കൂട്ടുന്നു. കുട്ടികൾക്ക് ഏറ്റവും വലിയ സ്റ്റാർട്ടിങ് ഇഷ്യൂ ആണ് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു മടി. അപ്പോൾ അതൊക്കെ അംഗൻവാടിയിൽ നിന്നാണ് മാറ്റുന്നത്. പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ ടു ദ മദർ ആൻഡ് കെയർ ഗീവേഴ്സിനും മദേഴ്സിനും ഹെൽത്ത് എഡ്യൂക്കേഷനും ന്യൂട്രീഷൻ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാം. അംഗൻവാടി വർക്കേഴ്സിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് കീപ്പ് ചെയ്യുക, വെയിറ്റ്, ഇമ്മ്യൂണൈസേഷൻ, ഹോം വിസിറ്റ്, അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടാവും അതിൽ. പിന്നെ മൊബിലൈസ് കമ്മ്യൂണിറ്റി, കൗൺസിൽ ഓൺ ബ്രസ്റ്റ് ഫീഡിങ്, കോംപ്ലിമെൻ്ററി ഫീഡിങ്, ഹൈജീൻ ആൻഡ് ഫാമിലി പ്ലാനിങ്ങിനൊക്കെ പറ്റിയിട്ട് ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാം. ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ കോർഡിനേറ്റ് വിത്ത് ആശാ വർക്കേഴ്സ് ആൻഡ് ANM ഫോർ സർവീസ് ഡെലിവറി. ഇവർക്ക് സ്റ്റാഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അംഗൻവാടി വർക്കേഴ്സ് ഓക്സിലറി നഴ്സ്, മിഡ്വൈഫിനും അതുപോലെ ആശാ വർക്കേഴ്സിനും കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. എന്താണ് ഗ്രോത്ത് ചാർട്ട്? വാട്ട് ആർ ദ യൂസസ്? ഗ്രോത്ത് ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ചിൽഡ്രൻ്റെ പാരാമീറ്റേഴ്സ് ലൈക്ക് വെയ്റ്റ്, ഹൈറ്റ് ഓവർ ദ ടൈം റെഫറൻസ് സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇതൊരു മോട്ടിവേഷൻ ആവൂലേ ഈ ഗ്രോത്ത് ചാർട്ടിൻ്റെ പാരൻസിനൊക്കെ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ്? ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ ചൈൽഡ്, ലൈക്ക് നോർമലി ആണോ, അണ്ടർ വെയ്റ്റ് ആണോ, ഓവർ വെയ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാം. ഇതാണ് കറണ്ട് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ദെൻ നമുക്ക് സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്, റെഫറൻസ് പെർസെൻറ്റൈൽസ് അല്ലെങ്കിൽ കർവ്സ് ഉണ്ട്. അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് പ്ലോട്ട് കുറച്ചും കൂടി മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ ഗ്രോത്ത് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ദെൻ സാറ്റിസ്ഫാക്ടറി ഗ്രോത്ത് ആണെങ്കിൽ കർവ് റൈസിങ് ആയിരിക്കും, ഫ്ലാറ്റ് ഓർ ഫോളിങ് കർവ് ആണെങ്കിൽ ഗ്രോത്ത് ഫോൾട്ടറിങ് അല്ലെങ്കിൽ വളർച്ച മുരടിപ്പോ അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷനോ ആയിരിക്കും. അങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്യുന്നു ഗ്രോത്ത് ട്രെൻഡ്സ്. ദെൻ ഏർലി ഡിറ്റക്ഷൻ, മൽന്യൂട്രീഷൻ അങ്ങനത്തെ ക്രോണിക് ഡിസീസ് ആണെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്തിട്ട് അവരുടെ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ മാനേജ്മെൻറ്റിനെ റെഫർ ചെയ്യുന്നു. ദെൻ ഇൻ്റർവെൻഷൻ ഓർ ഇവാലുവേഷൻ, നമ്മൾ ഈ മെത്തേഡ് എഫക്റ്റീവ് ആണോ നോക്കുന്നു. പിന്നെ ഫൈനലി സപ്ലിമെൻ്ററി ഫീഡിങ്സും അതുപോലെ ഇൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ന്യൂട്രീഷൻ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഇൻ്റർവെൻഷൻ ചെയ്ത് വാലുവേറ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് കുട്ടിക്കിപ്പോൾ മെച്ചമുണ്ടോ, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഭേദമായോ, അങ്ങനെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പാരൻസിനെ കൊടുക്കാം. അണ്ടർസ്റ്റാൻഡിങ് ദി ചൈൽഡ്സ് ഗ്രോത്ത് ആൻഡ് മോട്ടിവേറ്റ് ദി പാരൻസ് ഫോർ ദ ബെറ്റർ ചൈൽഡ് കെയർ പ്രാക്ടീസസ്. ഇതൊക്കെയാണ് ഗ്രോത്ത് ചാർട്ടിൻ്റെ യൂസസ്. അവരെ മോട്ടിവേറ്റ് ചെയ്യുക ഫോർ ദ ബെറ്റർ ചൈൽഡ് കെയർ പ്രാക്ടീസസ്.